ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വർത്തമാനം ഞാൻ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് രണ്ടും തമ്മിൽ ഒരു സാമ്യമില്ലാത്തത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചായയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ചായ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ടീയാണ് വേണം, ചായപ്പൊടിയാണ് വേണ്ടത്. എൻ്റെ കയ്യിലുള്ള ടീ ബാഗ്സ് ആയിരുന്നു, കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് കുരുമുളക് വേണം, കുറച്ച് ഗ്രാമ്പു വേണം, കുറച്ച് ഏലക്ക വേണം, കുറച്ച് ഇഞ്ചി ചതച്ചതും വേണം, പിന്നെ കുറച്ച് മിൽക്ക്. നമുക്ക് ഏത് മിൽക്കും എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ലോ ഫാറ്റിൻ്റെ മിൽക്കാണ്. സാധാരണ ഞാനിത് ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചായപാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ അതിലിടുക. എല്ലാം കൂടെ അതിലിടുക, മിക്സ് ചെയ്യുക. തേയില ഒഴിച്ച് ബാക്കിയെല്ലാം അതിലിടുക. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ വേണേൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പം വെള്ളം അതെല്ലാം വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ടീ ബാഗ് അതിലോട്ട് മീൻസ് ചായപ്പൊടി അതിലോട്ട് നമുക്കിടാം. ഞാൻ 2 ടീ ബാഗ്സ് എടുക്കുന്നുണ്ടെന്ന്, എനിക്ക് നല്ലോണം കടുപ്പം വേണമായിരുന്നു. പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ആക്കിയിട്ട് ഇത് വെള്ളം മീൻസ് ചായ തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ആ പാലൊഴിക്കാം. നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ, അതിന് ശേഷമേ പാലൊഴിക്കാമേ. പാലൊഴിച്ചതിന് ശേഷം നല്ലോണം വെട്ടി തിളയ്ക്കട്ടെ, വെട്ടി തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ നല്ലോണം വെട്ടി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഗ്ലാസ്സിലോട്ടത് ഒഴിക്കാം. ഞാനിതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ. കണ്ടില്ലേ, നമ്മുടെ മസാലകളെല്ലാം ഇഞ്ചിയെല്ലാം അതിൽ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാനൊന്ന് കുടിച്ച് നോക്കിയിട്ടുണ്ട്, അതുകൂടെ കാണിക്കാം നിങ്ങളെ. അടിപൊളി രുചിയാണ് കേട്ടോ, മസാലയുടെ എല്ലാം കൂടെ ഇറങ്ങിയിട്ട് സൂപ്പർ രുചി, നല്ല മണവുമാണ്. പഞ്ചസാര ഇടാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നമല്ല, രുചി വ്യത്യാസമുണ്ട്. പിന്നെ പഞ്ചസാര ഇടാമെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാണ്. പിന്നെ ഞാനിത് ശകലം വെള്ളമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് എടുത്തതുകൊണ്ട്. നിങ്ങൾ ഒന്നുകൂടെ കുറുക്കിയെടുക്കാം കേട്ടോ, അടിപൊളിയായിട്ട് കുറുക്കിയെടുക്കാം. അടിപൊളി ചായയാണ്. എല്ലാവർക്കും അറിയാം ചായ ഇടാൻ, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഞാൻ ഇട്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും വീണ്ടും കാണുന്നവരെ ടാറ്റാ.